പിറന്നാളും തിരുനാളും ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ആഘോഷം ചെറുതാവില്ലല്ലോ. നമ്മുടെ അവിടെ ക്രിസ്മസിനോട് ചേർന്നിട്ട് തന്നെയാണ് പെരുന്നാളും വരുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ വീടും ഗാർഡനൊക്കെ ഒന്ന് നല്ലതായിട്ട് സെറ്റ് ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇനി ഇവിടെ നിന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് കുറച്ച് പണി കൂടുതലാണ്. നമ്മൾ മിറ്റൊക്കെ ഷീറ്റൊക്കെ വിരിച്ച് പുല്ലിൽ നിന്നൊക്കെ രക്ഷ നേടി വന്നപ്പോൾ നമ്മുടെ ചെടികളിലേക്ക് കൂടുതൽ സമയം ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളതൊക്കെ ചെയ്തത്. പക്ഷേ നമുക്കറിയാലോ, ചെടിയുടെ പണിയെന്ന് പറഞ്ഞാൽ എപ്പോഴും റിപ്പോർട്ട് ചെയ്യണം, പുതിയ വിത്തുകൾ നടണം, അത് പ്രൂൺ ചെയ്യണം, അതിന് വളമിട്ട് കൊടുക്കണം. അപ്പോൾ നമുക്കത് ചെടികളുടെ പിന്നാലെ നിൽക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു പണി തന്നെയാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ കുറച്ചധികം പണികളുള്ളൊരു ദിവസമായിരുന്നു ഇന്ന്. നമ്മുടെ അടീനിയൊക്കെ ടെറസിൻ്റെ മുകളിലാണ് ഇരുന്നിരുന്നത്. അതിനൊക്കെ ഒന്ന് സ്ഥാനം മാറ്റി കുറച്ചും കൂടിയും ഒരു വെയിലൊക്കെ കിട്ടണം. അതായത് ഇനി നമുക്ക് വലിയ കാര്യമായിട്ടുള്ള മഴയൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ വെയിലൊക്കെ കിട്ടണം നല്ലൊരു സ്ഥലത്തേക്ക് അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡെയ്സീനെയും ഒന്ന് സെറ്റാക്കി എടുക്കണം. ആദ്യം കാണിച്ച ഡെയ്സി ഇന്ന് റീപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. അത് 3 കളർ ഡെയ്സിയാണ്. നമുക്ക് പൂവുണ്ടാവുമ്പോൾ കാണാമല്ലോ. അതുപോലെ തന്നെ അരേലിയ എന്ന് പറയണത് നല്ല വെയിൽ വേണ്ട ചെടിയാണ്. അതെനിക്കറിയില്ലായിരുന്നു. ഞാനത് വെച്ചപ്പോൾ തണലത്തായിപ്പോയി. അപ്പോൾ അതിൽ ഗോൾഡൻ അരേലിയ ഉണ്ടായിരുന്നു, ഗ്രീൻ അരേലിയ ഉണ്ടായിരുന്നു. തണലത്ത് വെച്ചപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 പേരും ഏതാണ്ട് ഒരേ ഷെയ്ഡിലേക്ക് പോയി. അപ്പോൾ അവരെയും റിപ്പോർട്ട് ചെയ്ത് നമ്മൾ വെയിലത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പുറത്തേക്ക് ഇറങ്ങിയാൽ പാടം കണ്ടാൽ എനിക്കൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ അധികം എടുക്കാറില്ല. പക്ഷേ ഇപ്പോൾ ചാനലൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് പാടത്ത് പോയാൽ വീഡിയോ എടുക്കുക എന്നുള്ളതൊരു ഹോബിയായി മാറി. ഇതിൽ കാണിക്കണ പാടം 2 പാടമുണ്ട് കേട്ടോ. 2 പാടത്തിനും അതിൻ്റേതായ ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് എനിക്ക് കൊയ്ത്തിന് തയ്യാറായിട്ട് നിൽക്കുന്ന പാടത്തിനേക്കാളും എനിക്കിഷ്ടം ഈ ഞാറൊക്കെ നട്ട് നല്ല പച്ചപ്പോട് കൂടിയിട്ട് നിൽക്കുന്ന പാടങ്ങൾ കാണാനാണ്. അപ്പോൾ നമുക്ക് ചെടികളിലേക്ക് തിരിച്ചു വരാം. അടീനിയ ആയാലും ഡെയ്സി ആയാലും പ്രൂണിങ് വേണം കേട്ടോ. ഡെയ്സിയിൽ നമ്മൾ മുട്ട് വന്ന് തുടങ്ങില്ലേ, അതായത് ഡെയ്സിയിൽ ഒറ്റ കൊല പോലെയാണ് ആദ്യം പൂവുണ്ടാവുക. അപ്പോൾ അത് പൂവുണ്ടാവാനായിട്ട് തുടങ്ങണ ആദ്യത്തെ കൊല വരുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിലും കൂടുതൽ ബ്രാഞ്ചസ് ഉള്ള നല്ല ബൊക്കെ പോലെ ഇതുപോലത്തെ നിറച്ച് മുട്ടുകളായിട്ടും നിറച്ച് ബ്രാഞ്ചസായിട്ടും ശരിക്കും ഒരു ഫ്ലവർ വൈസൊക്കെ ഇരിക്കണ പോലെ നമുക്ക് ഡെയ്സി പൂവിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിനും നമുക്ക് പ്രൂണിങ് ആവശ്യമാണ്. അടീനിയത്തിനും പ്രൂണിങ് ആവശ്യമാണ്. അടീനിയം നമ്മൾ എത്രമാത്രം പ്രൂൺ ചെയ്യണമെന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് അതിൻ്റെ കാഡക്സും ബ്രാഞ്ചസൊക്കെ വലുതായി വരികയും തിക്കൺ ചെയ്ത് വരികയും ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പൂക്കളും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ചാനലിലെ കമൻസൊക്കെ നല്ലോണം കുറവാണ്. അത് കാരണം കൊണ്ട് നമുക്ക് അറിയാൻ പറ്റണില്ല കേട്ടോ നമ്മുടെ പൂക്കളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചാൽ നന്നായിരുന്നു.